الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റമളാനിലെ നോമ്പും നമ്മുടെ നിസ്കാരങ്ങളും നാളെ ആഖിറത്തിൽ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മനുഷ്യ സമൂഹത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന റസൂലാണ് നൂഹ് നബി അലൈഹിസ്സലാം. ഇദ്രീസ് നബി അലൈഹിസ്സലാമിൻ്റെ പേരക്കുട്ടിയായിട്ടാണ് നൂഹ് നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. ഇദ്രീസ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ മുത്തവശിലഹ്, അദ്ദേഹത്തിൻ്റെ മകൻ ലാമിക്കിൻ്റെ മകനാണ് നൂഹ് നബി അലൈഹിസ്സലാം. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ നുബുവത്തിനെ സംബന്ധിച്ച്, നിയോഗത്തെ സംബന്ധിച്ച് പറഞ്ഞത്, കാന ബൈന ആദമ വനൂഹിൻ അശറത്തു ഖുറൂൻ കുല്ലുഹും ഫി തൗഹീദ്. ആദം നബി അലൈഹിസ്സലാമിൻ്റെയും നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും ഇടയിൽ 10 തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. 10ാമത്തെ തലമുറയിലാണ് നൂഹ് നബി അലൈഹിസ്സലാം ആദ്യത്തെ റസൂലായിട്ട് കടന്നു വരുന്നത്. ആദ്യത്തെ റസൂലാണ്. നൂഹ് നബി അലൈഹിസ്സലാം കടന്നു വരുന്നതിൻ്റെ മുമ്പ് ആ തലമുറ മുഴുവൻ കുല്ലുഹും ഫി തൗഹീദ്, എല്ലാവരും തൗഹീദിലായിരുന്നു. വമാ കാന അന്നാസു ഇല്ലാ ഉമ്മത്തൻ വാഹിദ. അല്ലാഹു പറയാണ്, ഈ സമൂഹം ഒറ്റ സമുദായമായിരുന്നു, എല്ലാവരും തൗഹീദിലായിരുന്നു. ഫഖ്തലഫു, പിന്നീട് അവർ ഭിന്നിച്ചു. ആ ഭിന്നിച്ച സമയത്താണ് ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ, തൗഹീദിൽ ബാക്കിയായ ആൾക്കാർക്ക് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടും തൗഹീദിൽ നിന്ന് തെറ്റി ശിർക്കിലേക്ക് പോയ ആൾക്കാർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചത്. അങ്ങനെയുള്ള ആദ്യത്തെ റസൂലാണ് നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് അലൈഹിസ്സലാം വന്നു, ആ സമൂഹത്തെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ ആരംഭിച്ചു. അവർക്ക് ശിർക്ക് സംഭവിച്ചത് എങ്ങനെയാണ്? അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, സൂറത്ത് നൂഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ 5 വിഗ്രഹങ്ങളുടെ രൂപങ്ങൾ, വദ്, സുവാഅ്, യഊഖ്, യഗൂസ്, നസ്ർ, ഈ 5 രൂപങ്ങൾ ആ സമൂഹത്തിൽ ജീവിച്ച മഹത്തുക്കളുടെ രൂപങ്ങളാണ്. ഹൗലായി അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിന്റെ വാക്കാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ 5 മഹത്തുക്കളുടെ പേരുകളാണ് അല്ലാഹു ആ ഖുർആനിൽ പറഞ്ഞത്. ഫലമ്മ ഹലകു ഔഹ ശൈത്താനു ഇലാ ഖൗമിഹിം. ആ മഹത്തുക്കൾ മരണപ്പെട്ടപ്പോൾ പിശാച് അവരുടെ അടുക്കിലേക്ക് വന്നു, അവരോട് മന്ത്രിച്ചു, അനിൻസിബു ഫീ മജാലിസിഹിം അൻസാബ. അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഏതൊരു സ്ഥലത്താണോ അവർ ഇരുന്ന് ഇബാദത്തുകൾ ചെയ്തത്, ആ സ്ഥലത്ത് അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കാൻ പിശാച് അവരോട് മന്ത്രിച്ചു. ആ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ രൂപങ്ങളുടെ പേരുകൾ, ആ മഹത്തുക്കളുടെ പേരുകൾ ആ രൂപത്തിന് നൽകാനും പിശാച് അവരോട് കൽപ്പിച്ചു. ഫഫഅലു, അവർ അത് ചെയ്തു. എന്തിന്? എല്ലാ ദിവസവും നമ്മളിൽ മരണപ്പെട്ടു പോയ മഹത്തുക്കളെ കാണാനും അതവർക്കൊരു സന്തോഷവും സമാധാനവും നൽകി. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അത് ഓരോ മഹത്തുക്കളും ഇരുന്ന സ്ഥലത്ത് അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി അവരുടെ പേരുകൾ വെച്ചു ആ രൂപങ്ങളെ പോയി ചെന്ന് കാണും. ഫലം തുഅബദ്, ആ സമയത്തൊന്നും ഈ രൂപങ്ങൾ ആരാധിക്കപ്പെട്ടിരുന്നില്ല, ഈ രൂപങ്ങൾക്ക് മുമ്പിൽ ഇബാദത്തുകൾ നടത്തപ്പെട്ടിരുന്നില്ല. പിന്നെ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്,
ഫലമ്മ ഹലക ഉലൈക, അങ്ങനെ ആ ഒരു സമൂഹം, ആ ഒരു തലമുറ കഴിഞ്ഞു. പുതിയൊരു അടുത്തൊരു തലമുറ വന്നു. വനുസിഖൽ ഇൽം, ഈ 5 രൂപങ്ങളെ സംബന്ധിച്ചുള്ള വിവരം, ഇൽമ് ആ പുതിയ തലമുറക്ക് ഇല്ലാതായി. ഇതെന്തിനാണ് ഇങ്ങനെ രൂപം ഉണ്ടാക്കി വെച്ചത്? ഇത് ഉണ്ടാക്കി വെച്ചതിന്റെ പിറകിലുള്ള കാര്യം എന്താണ്? അതിനെ സംബന്ധിച്ചുള്ള അറിവ് ഇല്ലാതായി. അങ്ങനെ ലോകത്ത് ആദ്യമായിട്ട് അള്ളാഹു അല്ലാത്ത ഒരാളുടെ മുമ്പിൽ ഇബാദത്തുകൾ സമർപ്പിക്കപ്പെടുന്നത്. ആ ഇൽമില്ലാത്ത, അറിവില്ലാത്ത തലമുറ ആ രൂപങ്ങൾക്ക് മുമ്പിൽ ഇബാദത്തുകൾ സമർപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ശിർക്ക് ലോകത്ത് കടന്നു വരുന്നത്. അഥവാ 5 മഹത്തുക്കളുടെ രൂപങ്ങളിലൂടെ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസ്. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ശിർക്കിന്റെ അടിസ്ഥാനം 2 കാര്യങ്ങളാണ്. ലോകത്ത് ശിർക്കിന്റെ അടിസ്ഥാനം 2 കാര്യങ്ങളാണ്. ഒന്ന്, തഅദീമു ഖുബൂരി സ്വാലിഹീൻ, മഹത്തുക്കളുടെ ഖബറുകളെ അമിതമായി ബഹുമാനിക്കുക. ശിർക്കിന്റെ അടിസ്ഥാനം ഏതുപോലെ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഖൗമിൽ സംഭവിച്ചതുപോലെ. രണ്ടാമത്തത് ഇബാദത്തുൽ കവാകിബ്, നക്ഷത്ര ഗോളങ്ങളെ ആരാധിക്കുക. ഏതുപോലെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിലുണ്ടായിരുന്നത് പോലെ. ഇതാണ് ശിർക്കിന്റെ 2 അടിസ്ഥാനം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത ശിർക്കിലേക്ക് പോയത് ആ 5 മഹത്തുക്കളുടെ രൂപങ്ങളിലൂടെയാണ്. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം റസൂലായിട്ട് വന്നു. അവരെ തിരിച്ച് തൗഹീദിലേക്ക് ക്ഷണിക്കാൻ ആരംഭിച്ചു. ആരെ? ആദ്യം തൗഹീദിലുണ്ടായി, പിന്നീട് ഖബറുകളിലും ആ മഹത്തുക്കളുടെ രൂപങ്ങളിലൂടെ ശിർക്കിലേക്ക് പോയ സമൂഹത്തെ നൂഹ് നബി അലൈഹിസ്സലാം തിരിച്ച് തൗഹീദിലേക്ക് ക്ഷണിക്കാൻ ആരംഭിച്ചു. ഖുർആൻ വളരെ വിശാലമായി 47 സ്ഥലങ്ങളിൽ നൂഹ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആ ദഅവത്ത് 950 വർഷം നൂഹ് നബി അലൈഹിസ്സലാം ദഅവത്ത്. വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ. പക്ഷെ കുറച്ചാൾക്കാർ, തുച്ഛം ആൾക്കാരെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ദഅവത്തിൽ തിരിച്ച് തൗഹീദിലേക്ക് മടങ്ങിയിട്ടു. ചരിത്രത്തിന്റെ കിതാബിൽ കാണാം 80 ആൾക്കാരാണ്. 950 വർഷം പ്രവർത്തിച്ചിട്ട് 80 ആൾക്കാരാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടായത്. ദഅവത്ത് ആരംഭിക്കുമ്പോഴൊക്കെ പരിഹാസങ്ങളും കുത്തുവാക്കുകളാണ് തിരിച്ചു കിട്ടിയത്. ഖാലൽ മലഉ അല്ലദീന കഫറൂ മിൻ ഖൗമിഹി ഇന്നാ ലനറാക ഫീ സഫാഹ. 950 വർഷം അള്ളാന്റെ മാർഗത്തിൽ ദഅവത്ത് ചെയ്ത ആദ്യത്തെ റസൂലായ നൂഹ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ആ സമൂഹം പറഞ്ഞ വാക്കാണ് ഇന്നാ ലനറാക ഫീ സഫാഹ. നൂഹ്, നമ്മൾ നിന്നെ കാണുന്നത് ഒരു വിഡ്ഢിയായിട്ടാണ്. ഒന്ന് ആലോചിച്ചൊക്കെ പ്രിയപ്പെട്ടവർ, ദഅവത്തിന്റെ മാർഗത്തിൽ അങ്ങനത്തെ വാക്കുകളെ കേൾക്കാൻ കഴിയും. ആരും സ്വീകരിക്കാനുണ്ടാവില്ല, നല്ലത് പറയാനുണ്ടാവില്ല. ഇന്നാ ലനറാക ഫീ സഫാഹ. നല്ല സമൂഹത്തിൽ, നല്ല ഉന്നതമായ സ്ഥാനത്ത് ജീവിച്ച ആളാണ് നൂഹ് നബി അലൈഹിസ്സലാം. ഈ ദഅവത്ത് ആരംഭിക്കുമ്പോഴേക്കും പറഞ്ഞത് ഇന്നാ ലനറാക ഫീ സഫാഹ. നൂഹ്, നമ്മൾ നിന്നെ കാണുന്നത് വെറും വിഡ്ഢിയായിട്ടാണ്. തിരിച്ച് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മറുപടി ഖാല യാ ഖൗമി ലൈസ ബി സഫാഹത്തുൻ. പ്രിയപ്പെട്ട സമൂഹമേ, എനിക്ക് വിഡ്ഢിത്തമില്ല, ഞാൻ വിഡ്ഢിയല്ല. ലൈസ ബി സഫാഹ, ഞാൻ വിഡ്ഢിയല്ല, മറിച്ച് വലാകിന്നി റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഞാനൊരു റസൂലാണ്, ദൂതനാണ്. നിങ്ങളെ സത്യത്തിലേക്ക്, ഹക്കിലേക്ക് ക്ഷണിക്കാമെന്നൊരു റസൂലാണ് ഞാൻ. ലൈസ ബി സഫാഹ, ഞാൻ വിഡ്ഢിയല്ല. മറ്റൊരു സ്ഥലത്ത് അവർ പറഞ്ഞു മജ്നൂനുൻ വസ്ദുജർ. സൂറത്തുൽ ഖമറിൽ എന്താ പറയാം? വഖാലു മജ്നൂനുൻ വസ്ദുജർ. എന്റെ അടിമ നൂഹിനെ അവർ ഭ്രാന്തനാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. വസ്ദുജർ, ആട്ടി അകറ്റപ്പെട്ടു നൂഹ് നബി അലൈഹിസ്സലാം. കുല്ലമാ ദഅവതുഹും ലിതഗ്ഫിറ ലഹും ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൗ തിയാബഹും. നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം ദഅവത്ത് നിരാശനായി, ഭയങ്കര നിരാശ. ആരും നല്ല രീതിയിൽ പ്രതികരിക്കുന്നില്ല. സ്വന്തം ഭാര്യ, മക്കൾ, ആരും നല്ല രീതിയിൽ പ്രതികരിക്കുന്നില്ല. അവസാനം അള്ളാഹു പരാതി പറഞ്ഞു, അള്ളാഹുവെ, ഞാൻ അവരെ ക്ഷണിക്കുമ്പോഴൊക്കെയും അവർക്ക് അഹങ്കാരം കൂടാ. ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം. എന്റെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ അവർ വിരലുകൾ ചെവിയിലേക്ക് ആഴ്ത്തുക. വസ്തഗ്ശൗ തിയാബഹും. എന്നെ കാണുമ്പോ, വഴിയിൽ നിന്നൊക്കെ എന്നെ കാണുമ്പോ
മുഖത്തേക്ക് മുണ്ടും മറച്ചവർ വഴിമാറിപ്പോവാണ്. എന്നെ ഭ്രാന്തനെ പോലെ കാണുന്നു, എൻ്റെ മുമ്പിൽ ആരും നിൽക്കുന്നില്ല. നബി അലൈഹിസ്സലാം ആ സമൂഹത്തിന്റെ ദഅവത്തെ പറയാണ്, അഅലൻതു ലഹും വഅസ്റർതു ലഹും ഇസ്റാറ. ഞാൻ ആ സമൂഹത്തിൽ എല്ലാ ആൾക്കാരും ഒന്നിച്ച് ദഅവത്ത് നടത്തി. അത് സ്വീകരിക്കാത്തപ്പോൾ ഓരോ വ്യക്തികളെ ചെന്ന് കണ്ടു, ഓരോ വീടുകളിൽ കയറി ഇറങ്ങി. അതാണ് അഅലൻതു ലഹും വഅസ്റർതു ലഹും ഇസ്റാറ. രഹസ്യമായിട്ടും പരസ്യമായിട്ടും പ്രബോധനം ചെയ്തു. പ്രബോധനത്തിന്റെ രീതിയാണത്. എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ടുള്ള പ്രഭാഷണങ്ങൾ ഉണ്ടാവും, ദഅവത്ത് ഉണ്ടാവും. ഓരോ വീടുകളിൽ കയറി ചെന്ന് ഓരോ വ്യക്തികളെ കണ്ടിട്ടുള്ള ദഅവത്ത് ഉണ്ടാവും. നബി അലൈഹിസ്സലാം ഈ രണ്ടും നടത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ദഅവത്ത് നടത്തിയിട്ടും ആ സമൂഹം പ്രതികരിക്കാത്തപ്പോ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പരാതി പറഞ്ഞു. ഫദഅ റബ്ബഹു അന്നി മഗ്ലൂബുൻ ഫന്തസിർ. അല്ലാഹുവേ, ഞാൻ പരാജിതനാണ്. അന്നി മഗ്ലൂബ്, ഞാൻ പരാജിതനാണ്. അല്ലാഹു അയച്ചത് റസൂലായിട്ട് അല്ലാഹു നിയോഗിച്ചതാണ്. തിരിച്ച് 950 വർഷം ദഅവത്ത് നടത്തിയിട്ട് ആ സമൂഹത്തിൽ വിജയിക്കാത്തപ്പോ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, റബ്ബി ഇന്നി മഗ്ലൂബുൻ ഫന്തസിർ. അല്ലാഹുവേ, ഞാൻ പരാജിതനാണ്, നീ എന്നെ സഹായിക്കണം. അതാണ് ദഅവത്ത്. നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുക, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പരിശ്രമിക്കുക. സമൂഹം ഏത് രീതിയിൽ പ്രതികരിച്ചാലും നമ്മുടെ കൂടെ ആരുണ്ട്? അല്ലാഹു. ദായിമാര്, പ്രബോധകന്മാർ, അല്ലാഹു സമാധാനിപ്പിക്കുന്ന വാക്കാണ്. നിങ്ങൾക്ക് നൂഹിൽ മാതൃകയുണ്ട്. ആ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖമറിലൂടെ മുഅ്മിനീങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഈ റസൂലിന്റെ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ നൂഹിൽ മാതൃകയുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം ജനങ്ങൾ ഈ രീതിയിൽ പ്രതികരിച്ചപ്പോൾ അല്ലാഹുവിലേക്ക് പോയി, അല്ലാഹുവേ ഇന്നി മഗ്ലൂബുൻ ഫന്തസിർ. എൻ്റെ സമൂഹത്തിലുള്ള ദഅവത്തിൽ ഞാൻ പരാജിതനാണ്, എന്നാരും അംഗീകരിക്കുന്നില്ല. ഫന്തസിർ, നീ എന്നെ സഹായിക്കും. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കാൻ തീരുമാനിച്ചു. ഫഫതഹ്നാ അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ. അതിന്റെ മുമ്പ് അല്ലാഹു പറയാണ്, നൂഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു സമൂഹത്തിനെതിരെ, റബ്ബി ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ. അല്ലാഹുവേ, ഈ കാഫിരീങ്ങളൊന്നും നീ ഭൂമിയിൽ ബാക്കി വെക്കരുത്. സമൂഹത്തിനെതിരുള്ള ദുആ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു ഒരു ദുആന്റെ അവസരം നൽകിയിട്ടുണ്ട്, സ്വീകരിക്കപ്പെടുന്ന ഒരു ദുആ. എല്ലാ നബിമാരും തൻ്റെ സമൂഹത്തിന് വേണ്ടി അത് ദുആ ചെയ്തു. പക്ഷെ ഞാൻ എൻ്റെ ഉമ്മത്തിനോട് നാളെ ആഖിറത്തിൽ ശഫാഅത്തിന് വേണ്ടി ആ ദുആ മാറ്റിവെച്ചു. റസൂൽ ആ അവസരം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. നാളെ ആഖിറത്തിലേക്ക് നമുക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അത് മാറ്റിവെച്ചു. നൂഹ് നബി അലൈഹിസ്സലാം ആ അവസരം ഉപയോഗപ്പെടുത്താൻ ആ ഉത്തരം നൽകുന്ന ഒരു ദുആ, റബ്ബി ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ. അല്ലാഹുവേ, ഒരു കാഫിറിനെ നീ ഭൂമിയിൽ ബാക്കിയാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആ ദുആക്ക് ഉത്തരം നൽകുന്നു. വസ്നഇൽ ഫുൽക ബിഅഅ്യുനിനാ വവഹീനാ വലാ തുഖാതിബ്നി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ. അടുത്ത കൽപ്പന, നൂഹ്, നീ അവരെ പരിഗണിക്കണ്ട, ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്യാം. കപ്പൽ ഉണ്ടാക്കാൻ പറഞ്ഞു. വസ്നഇൽ ഫുൽക്, നീ ഒരു കപ്പൽ ഉണ്ടാക്കി. മരങ്ങളും ആണികളും വെച്ചിട്ടാണ് നൂഹ് നബി അലൈഹിസ്സലാം ആ കപ്പൽ ഉണ്ടാക്കിയത്. ഇനി വലാ തുഖാതിബ്നി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ. എൻ്റെ തീരുമാനം നിന്റെ സമൂഹത്തിൽ വന്നാൽ, നിന്റെ ദുആക്ക് ഉത്തരമായിട്ട് എൻ്റെ തീരുമാനം വന്നാൽ ഞാൻ അവരെ മുക്കിക്കൊല്ലാൻ തീരുമാനിച്ചിരിക്കും. ആ സമയത്ത് വലാ തുഖാതിബ്നി ഫില്ലദീന ളലമു, അക്രമകാരികളായ ആ സമൂഹത്തിന് വേണ്ടി പിന്നീട് നീ എന്നോട് സംസാരിക്കരുത്. അല്ലാഹുവിന് മനുഷ്യന്റെ സ്വഭാവം അറിയാം. ആ സമൂഹത്തിനെതിരെ ദുആ ചെയ്തു. ആ സമൂഹത്തിന് ശിക്ഷ വരുന്നത് കാണുമ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിലേക്ക് തിരിയും. അല്ലാഹുവേ, എന്തെങ്കിലും ഒരു അളവ് എൻ്റെ സമൂഹത്തിന് കൊടുക്കുക. കാരണം അള്ളാഹിന്റെ ശിക്ഷ വന്നാൽ എല്ലാവരും അതിൽപ്പെടും. നല്ലവരും പെടും, വെടുക്കുള്ളവരും പെടും, ആണുങ്ങളും പെണ്ണുങ്ങളും ചെറിയവരും വലിയവരും എല്ലാവരും പെടും. ഒരാളെയും ഒന്നും പരിഗണിക്കൂല. പക്ഷെ പിന്നെ ഖിയാമത്ത് നാളിലാണ് നല്ലവർക്ക് നല്ലവരുടെ കൂട്ടത്തിലും മോശപ്പെട്ടവരുടെ കൂട്ടത്തിലും ഉണ്ടാവും. അല്ലാതെ ശിക്ഷ വന്നാൽ അത് സമൂഹത്തിൽ എല്ലാവരെയും ബാധിക്കും. അതാണ് പറഞ്ഞത്, വലാ തുഖാതിബ്നി ഫില്ലദീന ളലമു. അക്രമകാരികളുടെ വിഷയത്തിൽ എൻ്റെ തീരുമാനം വന്നാൽ പിന്നീട് നീ എന്നോട് ആ വിഷയം സംസാരിക്കരുത്. പക്ഷെ നൂഹ് നബി അലൈഹിസ്സലാം സംസാരിച്ചു.
പിന്നെയും ചോദിച്ചില്ല അള്ളാഹിനോട്, റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി വ ഇന്ന വഅദകൽ ഹഖ് വ അൻത അഹ്കമുൽ ഹാകിമീൻ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന കാണുക. ആ സമയത്താണ് നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നത്, അല്ലാഹുവേ, എൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്, എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് തിരിച്ചെന്ന് പറഞ്ഞത്, ലൈസ മിൻ അഹ്ലിക്, ഓൻ നിന്റെ കുടുംബമല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, ഓൻ ചെയ്തതൊക്കെ വിപരീതത്താണ്. അതുകൊണ്ട് ജാഹിലികളുടെ വിഷയത്തിൽ, ഇൽമില്ലാത്ത വിഷയത്തിൽ നീ എന്നോട് സംസാരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹിനെ ഉപദേശിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിന് 4 മക്കളായിരുന്നു: ഹാം, സാം, യാഫിത്ത്, കനആൻ. അതിൽ 4ാമത്തെ മകൻ കനആനാണ് വെള്ളത്തിൽ മുങ്ങി ചത്തത്. മറ്റുള്ള 3 മക്കൾ മുസ്ലിമായിരുന്നു. ആ കപ്പലിൽ കയറി രക്ഷപ്പെട്ടതിൽ ഈ 3 മക്കളുണ്ട്. ഹാമിൽ നിന്നാണ് ആഫ്രിക്കക്കാരുണ്ടാകുന്നത്. അബുൽ സൂഡ എന്നറിയപ്പെടുക ഹാം. ആ ഹാമിന്റെ മക്കളാണ് ആഫ്രിക്കക്കാർ. സാമിന്റെ മക്കൾ അബുൽ അറബ്, അറബികളുണ്ട്. യാഫിത്തിൻ്റെത് തുർക്കി, അതുപോലെ തന്നെ ചൈന, മംഗോളിയ, യഅജൂജ് മഅജൂജ്, ഇതൊക്കെ യാഫിത്തിന്റെ എന്ന മകന്റെ പരമ്പരയിൽ നിന്നുള്ളതാണ്. അങ്ങനെ ഈ 3 മക്കൾ മുസ്ലിമീങ്ങളാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ കാഫിറത്തായിരുന്നു. ഈ 3 മക്കളെ കുടുംബത്തിൽ നിന്ന് മുസ്ലിമായിട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ നിർമ്മിച്ചു. കപ്പലിന്റെ നീളം 1200 മുഴം നീളുണ്ടായിരുന്നു. വീതി 600 മുഴം വീതി. ഇത്രയും വലിയ കപ്പലാണ് നൂഹ് നബി അലൈഹിസ്സലാം നിർമ്മിച്ചത്. അങ്ങനെ കപ്പലിനെ 3 ഭാഗങ്ങളാക്കി. ആദ്യത്തെ താഴെയുള്ള ഭാഗത്തില് മൃഗങ്ങൾ, ഇഴജന്തുക്കളും വന്യമൃഗങ്ങളും പക്ഷികളും എല്ലാം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന തഫ്സീറാണ്. രണ്ടാമത്തതില് വെള്ളവും ഭക്ഷണവും. മൂന്നാമത്തതില് നൂഹ് നബി അലൈഹിസ്സലാമും മുഅ്മിനീങ്ങളും. അങ്ങനെ 3 ഭാഗങ്ങളായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിനുണ്ടായത്. അല്ലാഹു പറയാണ്, ഫഫതഹ്നാ അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ, നാം ആകാശത്തിന്റെ വാതിൽ തുറന്നു. ബിമാഇൻ മുൻഹമിർ, കുത്തി ഒഴുകുന്ന വെള്ളം കൊണ്ട്. വഫജ്ജർനൽ അർള ഉയൂനൻ, ഭൂമിയെ നാം വിണ്ടു കീറി അതിൽ നിന്നും വെള്ളം പുറപ്പെടുവിച്ചു. അപ്പം മുകളിൽ നിന്നും വെള്ളം, താഴെ നിന്നും വെള്ളം. ഫൽതഖൽ മാഉ അലാ അംരിൻ ഖദ് ഖുദിർ, മുന്നേ അള്ളാഹു തീരുമാനിച്ച ഒരു സംഭവത്തിന് വേണ്ടി ആ 2 വെള്ളങ്ങളും ഒരുമിച്ച് കൂടി. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ലോകം മുഴുവൻ ആ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയിട്ടുണ്ട്. ചില ആൾക്കാർ പറഞ്ഞു ആ ഭാഗം മാത്രമേ മുങ്ങിയിട്ടുള്ളൂ. പക്ഷെ റാജിഹായ ശരിയായ അഭിപ്രായം ലോകം മുഴുവൻ ആ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. അത്രയും വലിയ വെള്ളപ്പൊക്കമായിരുന്നു, ഒരാളും ബാക്കിയായിരുന്നില്ല. ആ വെള്ളപ്പൊക്കത്തിലാണ് കഅബ പൂർണ്ണമായിട്ടും നശിക്കുന്നത്. വെള്ളം വന്നു, ശത്രുക്കൾ നൂഹ് നബി അലൈഹിസ്സലാം എല്ലാവരെയും കപ്പലിൽ കയറ്റി, വിശ്വസിച്ചവരെ കപ്പലിൽ കയറ്റി. വഖാല റകബു ഫീഹാ ബിസ്മില്ലാഹി മജറഹാ വമുർസാഹാ, ബിസ്മി പറഞ്ഞ് കപ്പലിൽ കയറിക്കോ. ആ കപ്പൽ പുറപ്പെടുന്നതും അത് നിൽക്കുന്നതും അള്ളാഹുവിന്റെ നാമത്തിലാണ്. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാമും വിശ്വസിച്ചവരും ആ കപ്പലിൽ കയറി രക്ഷപ്പെട്ടു. മറ്റെല്ലാവരും മുങ്ങിച്ചേർത്തു. അള്ളാഹിന്റെ ശിക്ഷ നടപടി പൂർത്തിയായപ്പോ വഖാല യാ അർദു ബലഇ മാഅകി വയാ സമാഉ അഖ്ലിഇ, അല്ലാഹു പറയാണ്, എൻ്റെ ഭൂമിയോട് ഞാൻ വെള്ളത്തെ പിൻവലിക്കാൻ കൽപ്പിച്ചു, ആകാശത്തോട് വെള്ളം നിർത്താൻ കൽപ്പിച്ചു. വഗീദൽ മാ, വെള്ളം പറ്റി. അള്ളാഹുവിന്റെ കൽപ്പന വരേണ്ട താമസം വെള്ളം പറ്റി. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പല് വസ്തവത അലൽ ജൂദി, എന്ത് ചെയ്തു? അത് ജൂദി പർവ്വതത്തിന്റെ മുകളിൽ പോയി നിന്നു. പിന്നെ അവിടെ നിന്നാണ് നൂഹ് നബി അലൈഹിസ്സലാം ആ രക്ഷപ്പെട്ട ആൾക്കാരും വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രം ഖുർആനിൽ പറയാണ്. പല ഇടങ്ങളിലായിട്ട് മുഅ്മിനീങ്ങളെ പഠിപ്പിക്കണം, ഈ സമൂഹത്തെ പഠിപ്പിക്കണം. എന്തിന്? കുറേ കാര്യങ്ങളാക്കി ചരിത്രത്തിൽ നമുക്ക് കിട്ടാനുണ്ട്. ഒന്ന്, അവസാനത്തെ വിജയം മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. ജീവിതത്തിൽ എത്ര പ്രയാസപ്പെട്ടാലും കഷ്ടപ്പെട്ടാലും അവസാന വിജയം മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. കാരണം
നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ നിർമ്മിക്കുന്ന സമയം ആ ആൾക്കാർ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിലെ നേതാക്കന്മാർ ഇങ്ങനെ അതിലൂടെ കടന്നു പോകും. അപ്പോൾ കളിയാക്കും, നൂഹിനെ പരിഹസിക്കും. ആ സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാം തിരിച്ചു പറഞ്ഞ മറുപടി, നിങ്ങൾ ഇന്ന് നമ്മളെ കളിയാക്കുന്നു, പക്ഷെ ഞങ്ങൾ ഇതേപോലെ നിങ്ങളെ തിരിച്ചു കളിയാക്കുന്ന ഒരു ദിവസം വരും. അന്ന് നമുക്ക് കാണാം ആരെയാണോ നിന്ദിക്കുന്നതായ രീതിയിലുള്ള ശിക്ഷ പിടികൂടുന്നത്, വേദനാജനകമായ ശിക്ഷ ആരെയാണ് പിടികൂടുന്നത് എന്ന് നമുക്ക് കാണാം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മറുപടിയാണ്. അതേ മറുപടിയാണ് ഇന്ന് നമുക്കും പറയാനുള്ളത്. പരിഹസിക്കാം, കുത്തുവാക്കുകൾ പറയാം, കളിയാക്കാം, എന്തും ചെയ്യാം. പക്ഷെ ഒരു ദിവസം മുഅ്മിനീങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. അന്ന് കാണാം ഫസൗഫ തഅലമൂൻ, പിന്നീട് നിങ്ങൾ അറിയുമെന്ന് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ. അങ്ങനെ ആ സമൂഹം നശിപ്പിക്കപ്പെട്ടു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിൽ അന്നുണ്ടായിരുന്ന ആ വിഗ്രഹാരാധന, മഹത്തുക്കളുടെ രൂപം, അതിനാണ് ശിർക്ക് കടന്നു വന്നത്. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സാറത്തിൽ ഔസാനു ലത്തി ഫീ ഖൗമി നൂഹിൻ ഫിൽ അറബി ബഅദു. അന്ന് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആ 5 രൂപങ്ങൾ, മഹത്തുക്കളുടെ രൂപങ്ങൾ, ആ 5 രൂപങ്ങൾ പിന്നീട് എവിടെ എത്തി? അറബികളിലേക്ക് എത്തി. അതേ രൂപങ്ങളാണ് അറബികളിലേക്ക് എത്തിയത്. എന്നിട്ട് 5 ഗോത്രങ്ങളുടെ പേരും അബ്ദുല്ലാഹ് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ 5 ഗോത്രങ്ങളിലായിരുന്നു ആ 5 രൂപങ്ങൾ ഉണ്ടായിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് റസൂലായിട്ട് വരുന്നതിന്റെ 400 വർഷം വരെ ആ സമൂഹം ഇബ്രാഹിം മില്ലത്തിലായിരുന്നു. അവർക്ക് തെറ്റുപറ്റിയിട്ടില്ല. പിന്നെ അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ എന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് അറബികളിലേക്ക് വിഗ്രഹാരാധന കൊണ്ടുവരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ അവ്വലു മൻ ഗയ്യറ ദീന ഇസ്മാഈൽ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ദീന് ആദ്യമായിട്ട് വികലമാക്കിയത് ഇദ്ദേഹമാണ്. അവനെ നരകത്തിൽ ഞാൻ കണ്ടു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷെ ചരിത്രത്തില് ഹുനഫാക്കൾ എന്നൊരു വിഭാഗത്തെ നമുക്ക് കാണാൻ കഴിയും. ഉസ്മാൻ നബി അലൈഹിസ്സലാമിന്റെ ദീന് വികലമായതിനു ശേഷവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിൽ ബാക്കിയായ ചില ആൾക്കാർ, തൗഹീദിൽ ബാക്കിയായ ചില ആൾക്കാർ, വറഖത്ത് ബിൻ നൗഫലൊക്കെ ആ ഗണത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. അദ്ദേഹം തൗഹീദിൽ ബാക്കിയായ ആൾക്കാരാണ്. ആ സമൂഹം മൊത്തം ശിർക്കിലേക്ക് പോയിട്ടുണ്ടെങ്കിലും തൗഹീദിൽ ബാക്കിയായ ചില ആൾക്കാരെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതിൽ റസൂൽ വരുന്നതിന്റെ മുമ്പ് മരണപ്പെട്ട ആളുണ്ട്, റസൂൽ വന്നതിന് ശേഷം റസൂലിൽ വിശ്വസിച്ച് സഹാബിയായ ആൾക്കാരുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ റസൂൽ ജനിച്ചു നുബുവത്തിൽ കിട്ടുന്നതിന്റെ മുമ്പ് മരണപ്പെട്ട ആൾക്കാരുണ്ട്. ആ രീതിയിലൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. തുച്ഛം വരുന്ന ചില ആൾക്കാർ, അവരിൽ ചില ആൾക്കാരെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക് സ്വർഗത്തിൽ 2 സ്ഥാനം, 2 ദറജയുണ്ട്. ഒന്ന് ഇബ്രാഹിം മില്ലത്തിൽ ജീവിച്ചതും, 2 എന്നിൽ വിശ്വസിച്ചതും. അങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞ ആൾക്കാരും ഉണ്ട്. അങ്ങനെ പിന്നീട് ഈ രൂപങ്ങളാണ് അറബികളിലേക്ക് വന്നത്, മക്ക മുശ്രിക്കിന്റെ അടുക്കലേക്ക് വന്നത് ആ മഹത്തുക്കളുടെ രൂപങ്ങൾ. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ കുറെ സാങ്കല്പിക ദൈവങ്ങളോ സാങ്കല്പിക രൂപങ്ങളോ അല്ല. ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയാം, അന്നഹും വദഉ ഹാദിഹിൽ ഔസാന വൽ അസ്നാമ അലാ സുവരി അംബിയാഇഹിം വഅകാബിരിഹിം. ആ മക്കത്തെ മുശ്രിക്കീങ്ങൾ കഅബക്ക് ചുറ്റും വെച്ചിരുന്ന ആ രൂപങ്ങൾ, ആ വിഗ്രഹങ്ങൾ, അള്ളാഹുവിന് പുറമെ അവർ കുളിച്ചിരുന്ന, അവർ ദുആ ചെയ്തിരുന്ന, സുജൂദ് ചെയ്തിരുന്ന ആ രൂപങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചത് അവരിൽ മരണപ്പെട്ടു പോയ അമ്പിയാക്കന്മാരുടെയും വലിയ വലിയ മഹത്തുക്കളുടെയും രൂപങ്ങളായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞ വാക്കെന്താണ്? 2 ന്യായങ്ങളാണ് അവർ പറഞ്ഞത്. അള്ളാഹു അല്ലാത്ത ഈ മഹത്തുക്കളുടെ മുമ്പിൽ അവരോട് ദുആ ചെയ്യാനും ഇസ്തിഗാസ ചെയ്യാനും അവർക്ക് മുമ്പിൽ സുജൂദ് ചെയ്യാനും അവർക്ക് വേണ്ടി ബലികർമ്മം നടത്താനും അവർ പറഞ്ഞ 2 ന്യായങ്ങൾ ഖുർആൻ അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. അള്ളാഹു അല്ലാത്ത ഈ മഹത്തുക്കളിലേക്ക് അവർ തിരിയാൻ 2 ന്യായങ്ങളാണ് മക്കത്തെ മുശ്രിക്കീങ്ങൾ പറഞ്ഞത്. ഒന്ന് സൂറത്തു സുമർ, അള്ളാഹു പറയാണ്, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരെ സ്വീകരിക്കുന്ന ആൾക്കാർ പറയും,
മാ നഅ്ബുദുഹും, നമ്മൾ ഈ മഹത്തുക്കളുടെ രൂപങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഈ മഹത്തുക്കള് നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. അപ്പൊ ആ കഅബക്ക് ചുറ്റുണ്ടായിരുന്ന മഹത്തുക്കളുടെ രൂപങ്ങൾക്ക് അവർ ഇബാദത്തുകൾ ചെയ്തത് ആ മഹത്തുക്കൾ അള്ളാഹുവിലേക്ക് ഇവരെ അടുപ്പിക്കുമെന്ന വിശ്വാസത്തോടു കൂടിയാണ്. സൂറത്ത് സുമറിന്റെ 3-ാമത്തെ ആയത്ത്. അപ്പം എന്ത് മനസ്സിലായി? അതിൽ നിന്നും ആ രൂപങ്ങൾ ഒരിക്കലും അള്ളാഹുവിന് തുല്യമായിട്ട് അവർ കണ്ടിട്ടില്ല. അള്ളാഹുവിലേക്ക് എത്താനുള്ള ഒരു മാർഗമായിട്ടാണ് മക്കത്തെ മുശ്രിക്കുകൾ കണ്ടത്. മറ്റൊരായത്തിൽ എന്താ പറയണം? സൂറത്ത് യൂനൂസ്. അവർ പറയും, ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ, ഈ രൂപങ്ങൾക്ക് മുമ്പിൽ ഇബാദത്തുകൾ ചെയ്യുന്ന ആൾക്കാർ പറയും, രണ്ടാമത്തെ വാദം, അവർ പറയും, നമ്മൾ ഇവർ ആരാധിക്കുന്നത്, ഇവർക്ക് മുമ്പിൽ വഴിപാടുകൾ നടത്തുന്നത്, സുജൂദ് ചെയ്യുന്നത്, ഇബാദത്തുകൾ ചെയ്യുന്നത്, ഇസ്തിഗാസ ചെയ്യുന്നത് എന്തിനാണ്? ഇവർ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശകരായിട്ട് വരും, നമുക്ക് വേണ്ടി ശഫാഅത്തിനായിട്ട് വരും എന്നതുകൊണ്ടാണ്. ഈ രണ്ട് വാദങ്ങളാണ് മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞത്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തുകൾ കൊടുത്തു. എന്നിട്ട് പറയാം, വനദീറുഹു ഫീ സമാനിന കസീറുൻ മിനൽ ഖൽഖി, നമ്മുടെ കാലഘട്ടത്തിൽ ഇതേപോലെ ചില ആൾക്കാരുണ്ട്. അവരുടെ വാദം സാലിഹീങ്ങളുടെ ഖബറുകൾക്ക് അവർ ബഹുമാനിക്കുന്നു, അതിനെ എല്ലാവരുടെ ഇബാദത്തുകളും അതിന്റെ മുമ്പിൽ ചെയ്യുന്നു. എന്നിട്ട് അവർ പറയും, നമ്മൾ എപ്പോഴൊക്കെയാണോ ഈ മഹത്തുക്കളുടെ ഖബറിനെ ബഹുമാനിച്ചത് അപ്പോഴൊക്കെ ആ മഹത്തുക്കളിലൂടെ നമുക്ക് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുമെന്ന് ചില ആൾക്കാർ പറയുന്നു. റാസിന്റെ കാലഘട്ടത്തിൽ. അപ്പൊ ഇപ്പൊ അതിനേക്കാളുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കാത്തൊരു രീതിയാണ് അവർ സ്വീകരിച്ചത്. അള്ളാഹുവിലേക്ക് എത്താൻ, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ, സ്വർഗത്തിലേക്ക് എത്താൻ അള്ളാഹു നിശ്ചയിക്കാത്ത പുതിയൊരു രീതിയാണ് അവർ സ്വീകരിച്ചത്. അപ്പൊ എന്താ ചോദിക്കാണ്, എനിക്കറിയാത്തൊരു രീതിയാണ് നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് അറിയിക്കാത്ത, എനിക്കൊന്നും അറിയാത്ത പുതിയ രീതിയാണല്ല, നിങ്ങളത് മുൻകാല വേദങ്ങളിൽ കണ്ടിട്ടാണ്, അല്ല നിങ്ങൾക്ക് വേറെ കിതാബുണ്ടോ? അല്ല പരിഹസിക്കണത്. അള്ളാഹുവിന് അറിയാത്ത ഒരു പുതിയ രീതി നിങ്ങൾ കണ്ടെത്താണ് അള്ളാഹുവിലേക്ക് എത്താൻ. ഈ സംഭവങ്ങളിലൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത് എന്താണ്? ഇന്നേ വരെ ലോകത്ത് അള്ളാഹുവിന് തുല്യമായിട്ട് ആരും ഒരാളെയും കണ്ടിട്ടില്ല. ശിർക്ക് സംഭവിച്ചത്, മക്കത്തെ മുശ്രിക്കിന്റെ അടുക്കൽ ശിർക്ക് സംഭവിച്ചതും എന്താണ്? അള്ളാഹുവിലേക്ക് എത്താൻ മഹത്തുക്കളെ സ്വീകരിച്ചു, വളഞ്ഞ വഴി സ്വീകരിച്ചു എന്നുള്ളതാണ്. അതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇന്നും ജാരങ്ങളിലേക്കും മറ്റിടങ്ങളിലേക്കും പോകുന്ന ആൾക്കാർ എന്താ പറയാ, ഒരിക്കലും എൻ്റെ ഇലാഹായിട്ട് ഞാൻ അവരെ കാണുന്നില്ല, ആ ഖബറിൽ മരിച്ചടക്കുന്ന ആൾ എൻ്റെ ഇലാഹായിട്ട് ഞാൻ കാണുന്നില്ല, എൻ്റെ റബ്ബായിട്ട് ഞാൻ കാണുന്നില്ല, എന്നെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന ഇവരാണെന്ന് കാണുന്നില്ല, മറിച്ച് ഞാൻ എന്താ, അദ്ദേഹത്തിലൂടെ എനിക്ക് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയും, അദ്ദേഹം എനിക്ക് ആഖിറത്തിൽ ശുപാർശകനായിട്ട് വരും എന്നുള്ള വിശ്വാസത്തിൽ. അഥവാ മക്കത്തെ മുശ്രിക്ക് അന്ന് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണോ അതേ ന്യായമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അത് സമൂഹത്തിലേക്ക് എത്തിക്കണം. ഈ നടക്കുന്ന ശിർക്കും ദലാലത്തും കുഫറും സമൂഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത് നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ്. വ്യക്തമായ സഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, ഖുർആന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തിനെ പറഞ്ഞു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നല്ല രീതിയിൽ ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശിർക്ക്, കുഫർ, ഇതൊക്കെതിരെ വ്യക്തമായ രീതിയിൽ സംസാരിക്കാനും അവർക്ക് സത്യം ഹക്ക് എന്താണോ അത് എത്തിച്ചു കൊടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.